കുറേ ജീവനില്ലാത്ത തീട്ടങ്ങളെ സിമെൻറ്റിനും കയറ്റി വെച്ച് അതിനെ ആരാധിക്കണം കുമ്മുട്ടി കോഹൻലാൽ മുസ്ലിമാണ്. ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ പറഞ്ഞു തന്നു കുറേ പ്രാവശ്യം. ശോഷിച്ച മുസ്ലിമാണ്, ശോഷിച്ച ഹിന്ദു ആണെങ്കിലും കുഞ്ചുവാര്യരാണെങ്കിലും കോഹൻലാൽ ജീവിതത്തിന് അർത്ഥമില്ല എന്ന് പറഞ്ഞിട്ട് വേറെ തടി മാടാൻ വിഡ്ഢി. ഈ വിഡ്ഢി മോന്തകളും അതിൻ്റെ ഒപ്പം നിൽക്കണ വിഡ്ഢി സ്ത്രീകൾ ചുരിദാർ ഇട്ടുക്കണ വെളുത്തതായാലും കറുത്ത ആദിവാസി ഉയരുള്ളതാണെങ്കിലും അവർ മോന്തയിൽ എഴുതി വെച്ചിട്ടുണ്ട് അവർ ഛർദ്ദിച്ച വിഡ്ഢിത്തം. സ്വന്തം തന്തയുടെ തള്ളയുടെയും സ്വന്തം റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നതല്ല, അവരിന്ന് റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നതല്ല. അവർ സ്പൂൺ ഫീഡിങ് പോലെ അതുപോലെ അത് തെറ്റാൻ മനസ്സിലാക്കി മാറണം. ഈ ജീവനില്ലാത്ത സ്ത്രീകളെയും ഇതിനും ഹ്യൂമൻസിനെ ആരാധിക്കുമ്പോൾ തലയിൽ അവർ അരിശം കയറുന്നത് കേൾക്കേണ്ടത് അറിയാം. അവർ കണ്ണും വൃത്തികെട്ടാൻ ചെകുത്താൻ വെടിയുടെ മോന്തണ്ടല്ലോ. ഇത്രയ്ക്കും വിഡ്ഢികളൊന്നും മുഖത്തേക്ക് സംസാരിക്കാൻ അറിയില്ല. ഏതെങ്കിലും ഊമന്മാരെ ഏതെങ്കിലും വിഡ്ഢികൾ നിങ്ങൾ നിങ്ങളോട് ചടഞ്ഞു കൂടി ഇരുന്ന് ഈ വിഡ്ഢിത്തത്തിന് അയ്യെന്ന് പറഞ്ഞാൽ ഇതിന് കൈ അടിച്ച് നടക്കണ ഈ വിഡ്ഢി പ്രൂഫിന് കുമ്മുട്ടി കോഹലാലും വിഗ്രഹങ്ങളെ ആരാധിച്ച് തലയിലും കയറ്റി വെച്ച് ആരാധിക്കണം കൂർക്കാനും ഈ വിഡ്ഢി പ്രൂഫ് മോന്താൾ കണ്ടറിഞ്ഞാലോ. ജീവനില്ലാത്ത ആരാധിച്ച് ജീവനില്ലാത്ത ശവങ്ങളെ പോലെ ബെഡ് റെസ്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ അവരിത് പറയുമോ? അവർ പറഞ്ഞാൽ കള്ളും കുടിച്ച് ഡ്രഗ് അടിച്ച് അവർ കഴിക്കണം വിഡ്ഢിത്തം എന്താന്ന് നോക്ക്. ആരാധിക്കണം ജീവനില്ലാത്ത ധൈര്യമില്ലാത്ത വിഡ്ഢിത്തം എന്താന്ന് നോക്ക്. അത് കണ്ണും കണ്ടിട്ടും വായിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ കേട്ടവരെങ്ങനെ മനസ്സിലാക്കാൻ? ഇങ്ങനെയുള്ള വിഡ്ഢികൾക്ക് എന്തെങ്കിലും വിവരമുള്ള സംസാരം വരും അവരുടെ വായന്ന്. അവരിന്ന് റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നതേ അല്ല. നിങ്ങളെന്തോ തെറ്റിദ്ധരിച്ച് പറഞ്ഞു. നിങ്ങൾ തമ്മിൽ കത്തിക്കൊത്ത് 14-30 വയസ്സിൽ തമ്മിൽ കത്തിക്കൊത്ത് കുമ്മുട്ടി കോഹലാൽ പോലത്തെ വിഡ്ഢികൾ 30 വയസ്സിൽ മുങ്ങി താഴ്ന്നൊന്നും മനസ്സിലാക്കാണ്ട് പൂർണ്ണ അറിവില്ലാണ്ട് ചോദിക്കാൻ ചെല്ലും വരുന്ന കുട്ടി വാങ്ങണ വിഡ്ഢികൾ. തമിഴന്മാർ അവറുകളും ചവറുകളും പറയും. തമ്മിൽ റെസ്പെക്റ്റ് ഉണ്ടായിട്ട് തമ്മിൽ വിഡ്ഢിത്തം എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ബുദ്ധി ഉണ്ട് അവർക്ക്. ഈ ജീവനില്ലാത്ത ആരാധിച്ചില്ല. തമ്മിൽ കുഴിയിൽ ചാടിക്കാൻ നോക്കുകയാണ് അവർ. ഈ വെളുത്ത ആദിവാസിയും ക്യാപ്റ്റനും തമ്മിൽ കുഴി ചാടിക്കാൻ നോക്കുകയാണ്. അവർക്ക് സ്വന്തമായിട്ട് അറിയില്ല സ്വയം വിഡ്ഢികളാണെന്ന്. അവർ സ്വയം ശോഷിച്ച ഹിന്ദുസും ക്യാപ്റ്റനും ശോഷിച്ച മുസ്ലിം കുറേ ഇത്ര ഘട്ടം ഘട്ടമായിട്ട് എല്ലാ കോങ്കുളൂർ ചിന്നസ്വാമി സ്റ്റേഡിയം പ്ലെയിനും എല്ലാം കൂടി കണക്ഷൻ അനുസരിച്ച് കിട്ടണം. ഹോസ്പിറ്റൽ കോമ്പൗണ്ട് എല്ലാ രീതിയിലും മോളിൽ നിന്ന് വീഴുന്നതും ഷിപ്പിൽ നിന്ന് എല്ലാം കൂടി കടഞ്ഞ് മെറ്റലിസ്റ്റിക് എല്ലാം ഷോറിൽ അടിഞ്ഞു കൂടുന്നതും എല്ലാ രീതിയിൽ കിട്ടുന്നുണ്ട്. അടുത്തത് അവർക്ക് കിട്ടാൻ പോകണ്ടെന്ന് അറിയാം. എന്നിട്ടും ആ വിഡ്ഢി തന്നെ ആയിരുന്നു കൂട്ടി വാങ്ങി. ഇത്ര ആയിരുന്നു കൂട്ടി അവിടെ കണ്ടിട്ട് മാറാൻ തയ്യാറല്ല. ഇപ്പോഴും സ്വന്തം റീട്ടാർഡ് നേച്ചറിൽ കല്യാണം കഴിക്കാൻ തത്രപ്പെട്ട് മക്കളുണ്ടാക്കാൻ തത്രപ്പെട്ട് ജോലി ചെയ്യാൻ തത്രപ്പെട്ട് പാപികളുടെ പണിയാൻ പറഞ്ഞു. ജീവനുള്ള ദൈവ സമയത്ത് നടക്കുമെന്ന് പറഞ്ഞു. അതൊന്നും അറിയാണ്ട് ഈ വിഡ്ഢിത്തത്തിൽ കുഴങ്ങി പെട്ടത്തലയാണെങ്കിൽ എന്താ ഉള്ളിൽ എന്തെങ്കിലും ബോധം വേണ്ടേ? ഞാൻ പറഞ്ഞു കറക്റ്റായിരിക്കും. നിങ്ങൾ ഈ രീതിയല്ല പറയും. ബ്രോക്കൺ ലാംഗ്വേജിൽ പാതിരികൾ പറഞ്ഞാലും നിങ്ങൾ ഏതെങ്കിലും ഊമന്മാർ ഏതെങ്കിലും പെണ്ണന്മാർ ഏതെങ്കിലും കുമ്മുട്ടി തലയ്ക്ക് വിവരമില്ലാത്ത തോറ്റ വേർഡ്സ് ഒരുമ്പെട്ടാൻ തോൽക്കാൻ ഒരുമ്പെട്ടിരിക്കുന്ന വിഡ്ഢികളെ പോലെ ഈ മൂട്ടിന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടാൻ പോകണ്ട. ഏതെങ്കിലും പേഷ്യൻ്റ് ഏതെങ്കിലും കള്ളും കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണം. അവർ ക്യാമറ കണക്ഷൻ ഉണ്ടെങ്കിൽ ക്യാമറ പറയും നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാമെന്ന് ചോദിച്ചെങ്കിൽ പറയാനുള്ള ശേഷിയുണ്ട് അവർക്ക്. അവർ പറയാൻ പേടും. എന്തുകൊണ്ടാണ് കള്ളും കുടിച്ച് ഡ്രഗ് അടിച്ച് വ്യത്യാസം മനസ്സിലാക്ക്. ബീഡി വലിയ ജീവനില്ലാത്തതിനെ ആരാധിച്ച് നടക്കണം. എവിടെയും കണക്ഷൻ തോന്നുന്നുണ്ട് അന്നേ തൊട്ട്. നിങ്ങൾ തലയ്ക്ക് വിവരമില്ലെങ്കിൽ എളിഞ്ഞ് ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾ സ്വന്തം ജോലി നോക്കുമ്പോൾ തല കറങ്ങാതിരിക്കാൻ നോക്കുക. നിങ്ങൾ റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നതല്ല. നിങ്ങളുടെ ഓൾറെഡി ശവമായിട്ട് ധൈര്യമില്ലാണ്ട് ജീവിക്കേണ്ട ആവേണ്ട കാര്യമില്ല. കുമ്മുട്ടിയും കോഹലാൽ കുഞ്ചുവാര്യരും ജീവനില്ലാത്ത വിഡ്ഢി ക്യാമറകൾ ആരെയും പറയിപ്പിച്ച് മാത്രമേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. സ്വന്തമായിട്ട് ആരെയും പറയിപ്പിച്ചിട്ടാണോ ഞാൻ പറയണേ? നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലേ? 34 വയസ്സ് എവിടെ തൊട്ട് പറഞ്ഞ ലാംഗ്വേജ് എവിടെ തൊട്ട് പറഞ്ഞു അവർക്ക് ഈ ഹിസ്റ്ററി ഉണ്ട്. ഞാൻ എൻ്റെ വന്ന തൊട്ട് അവർ കാരണം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ഫേക്ക് ബർത്ത് ഡേറ്റ് ആണ് അവരുടെ. 2 ജൂൺ ആയാലും 5 ജാനുവരി ആണെങ്കിലും അവരുടെ പേരുകളാണ് ഫേക്കാണ്. അവരുടെ പേര് അഫ്താബ് എന്തൊക്കെയാണ് പണ്ട് തൊട്ട്. ഷാറുഖ് ഖാനും കൂർഖാനൊന്നുമല്ല. ഈ വിഡ്ഢികൾ ഈ ഫേക്ക് സാധനങ്ങൾ ഇവിടെ ഇവർ അയ്യെന്ന് പറഞ്ഞിട്ട് ഈ അയ്യെന്ന് പറയണ ഈ വിഡ്ഢി ക്യാമറ ഗോഷ്ടി കാണിക്കുമ്പോൾ ഈ ഫേക്ക് പേരുകൾക്ക് കൈ അടിക്കാൻ ഞങ്ങൾക്ക് നാണാവലുണ്ട് വിഡ്ഢികളെ. എന്നിട്ട് ഈ ധൈര്യമില്ലാത്ത വിഡ്ഢിത്തം മൊത്തം ആരാധിച്ച് കണ്ട് പറഞ്ഞ് ശവപ്പെട്ടി ഒരുക്കേണ്ട കാര്യമില്ല. നിങ്ങളെ റെസ്പെക്റ്റ് കൊടുത്ത് പറയുന്നതല്ല. ശവാൻ ഈ ധൈര്യമാണ് ഫിസിക്കലി ചാവേണ്ട കാര്യമില്ല. സ്വന്തം തന്തയുടെ തള്ള വീട്ടുകാരുടെ നേച്ചർ അനുകരിച്ച് നാണാവില്ല. ഇതൊക്കെ കേട്ടിട്ട് മാറാൻ തയ്യാറാവാത്ത വിഡ്ഢികൾ തന്നെ പറയണം.